നിങ്ങൾ എപ്പോഴെങ്കിലും വാതിൽപ്പടിയിലെ ചവിട്ടി അഥവാ ഒരു ഡോർമാറ്റ് ആണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഡോർമാറ്റ് സിൻഡ്രോം എന്താണ്? വെൽക്കം ടു അനോറ ഇൻസൈറ്റ് സീരീസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഡോർമാറ്റ് എന്നുള്ള നിലയിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ മാറിപ്പോകുന്നത് എന്നുള്ളതാണ്. പലരും കൗൺസിലിങ്ങിന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഞാൻ മാത്രം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം, എൻ്റെ ഇമോഷൻസിനും എൻ്റെ അഭിപ്രായങ്ങൾക്കും ഒരു വിലയില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമാണ് എൻ്റേത് എന്ന് തോന്നാറുണ്ട് എനിക്ക്. ഈ രീതിയിൽ ആളുകൾ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്. എഗ്രിബിൾനെസ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഉണ്ട്. ചില ആൾക്കാർ എല്ലാവരോടും എന്തിനും യോജിക്കും, അവനവൻ്റെ അഭിപ്രായത്തിനും ഇമോഷൻസിനും വില കൊടുക്കാത്തവരുണ്ട്. ദെൻ ലോ സെൽഫ് എസ്റ്റീം, അവനവനെ പറ്റിയുള്ള മതിപ്പ് വളരെ കുറവായിരിക്കും ഇവർക്ക്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടോ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ട് അവനവന് ഒരു വില കൊടുക്കുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ലാതെയാകുന്നു. സെൽഫ് എഫിക്കസി കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് കൂടാതെ ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്ന വേറൊരു ടേമാണ് കോ ഡിപ്പെൻഡൻസി. ഡോർമാറ്റ് സിൻഡ്രോമിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് കോഡിപ്പെൻഡൻസി. കോഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അവനവൻ്റെ ഇമോഷൻസിനെ അടിച്ചമർത്തുന്നു. അങ്ങനെ ജീവിച്ച് ഏറ്റവും അവസാനം ഈ ആള് ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റ് മൂഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് കൗൺസിലിങ്ങിൽ പറയാറുണ്ട്, എനിക്കിനി ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ നന്നായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ ഒരു പേഴ്സണൽ ബൗണ്ടറി ഏത് റിലേഷൻഷിപ്പിലും സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് അസർട്ടീവ്നെസ് ട്രെയിനിങ് ആണ്. അതായത് നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക വിത്തൗട്ട് ഇൻസൾട്ടിങ് ദ അതർ പേഴ്സൺ. അതാണ് അസർട്ടീവ്നെസ് ട്രെയിനിങ്. അത് ഞങ്ങൾ കൗൺസിലിങ്ങിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതുകൂടാതെ നമുക്ക് ഇവരോട് പറയുന്ന വേറൊരു കാര്യം ആണ്, അവർക്ക് എല്ലാ ആൾക്കാർക്കും അവരുടെ പെർസെപ്ഷൻ അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയും. ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി വെച്ചിട്ട് നമുക്ക് കൗൺസിലിങ്ങിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊരു ഡോർമാറ്റായി മറ്റുള്ളവർ നിങ്ങളെ കണക്കാക്കുന്നുണ്ട്, ഒരു വില തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മീറ്റ് യു അഗെയിൻ വിത്ത് അനദർ എപ്പിസോഡ് ഫ്രം അനോറ വെൽനസ്. താങ്ക് യു.